നമസ്തേ. UGC NET സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73 2022 ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു സന്ധിപ്രകരണത്തിൽ നിന്ന്. യഥാസംഖ്യമനുദേശഃ സമാനം, അതുപോലെ തസ്മിന്നിതി നിർദ്ദിഷ്ടേ പൂർവസ്യ, ഈ രണ്ട് സൂത്രങ്ങൾ ഏത് സന്ധിയിൽ നിന്നുള്ളതാണ് എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ ഇവിടെ സന്ധിപ്രകരണത്തെ കുറച്ച് നല്ല രീതിയിൽ നമുക്ക്, അതായത് പരീക്ഷാ ദൃഷ്ടിയിൽ നമുക്കിവിടെ മനസ്സിലാക്കാം. സന്ധിഃ സംഹിതേത്യനർത്ഥാന്തരം സമ്യക് ധീയതേ ഇതി സന്ധിഃ സംഹിതാവേത്യുച്യത്തെ. ഡുധാഞ്ഞ് ധാരണപോഷയോഃ ഇത്യസ്മാത് ജുഹോത്യാദിഗണീയ ധാ ധാതോഃ ഉപസർഗേ ഘോഃ കിഃ ഇത്യനേന ഭാവേ കി പ്രത്യയേ സന്ധിശബ്ദോ വ്യുത്പദ്യത്തെ. സമുപസർഗാദ് ഡുധാഞ്ഞ് ധാരണപോഷണയോഃ ഇത്യസ്മാത് ധാതോർഭാവേ ക്തപ്രത്യയേ ദധാതേർഹി ഇത്യനേന ഹി ആദേശേ സ്ത്രീത്വേ ടാപ്പി സംഹിതാശബ്ദോ വ്യുത്പദ്യത്തെ. സംഹിതാ നാമ അത്യന്തഃ സന്നിധിഃ. തദുക്തം പാണിനിന പരഃ സന്നികർഷഃ സംഹിത. അത്ര പരശബ്ദോ അതിശയേ വർത്തത്തെ. സന്നികർഷഃ പ്രത്യാസക്തിഃ. പരോ യഃ സന്നികർഷഃ വർണ്ണാനാം അർദ്ധമാത്രാകാലവ്യവധാനം സ സംഹിതാസഞ്ജ്ഞോ ഭവതി. യഥാ ദധ്യത്ര മധ്വത്ര അർദ്ധമാത്രാകാലാദധികം വ്യവധാനം പരഗ്രഹേണ വ്യാവർത്യത്തെ. സ ച സന്ധിഃ പഞ്ചധാ: അച്സന്ധി, പ്രകൃതിഭാവസന്ധി, ഹൽസന്ധി, വിസർഗസന്ധി, സ്വാദിസന്ധിഭേദാത്. സന്ധി 5 തരത്തിലാണുള്ളത്. അച്ച് സന്ധി, പ്രകൃതിഭാവസന്ധി, ഹല് സന്ധി, വിസർഗസന്ധി, സ്വാദിസന്ധി. സന്ധി 5 വിധത്തിലാണുള്ളത്. അച്ച് സന്ധി, പ്രകൃതിഭാവസന്ധി, ഹലസന്ധി, വിസർഗസന്ധി, സ്വാദിസന്ധി. ഇതിൽ അച്ച് സന്ധിയിൽ നിന്നുള്ള ചോദ്യമാണ് മുൻപ് പറഞ്ഞത്. യഥാസംഖ്യമനുദേശഃ സമാനം തസ്മിന്നിതി നിർദ്ദിഷ്ടേ പൂർവസ്യ എന്നുള്ള ആ ഒരു ചോദ്യം ഏത് സന്ധിയിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചപ്പോൾ അത് അച്ചസന്ധിയിൽ നിന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടി മനസ്സിലാക്കാം. സ്വരസന്ധി വിചാരഃ. സ്വരസന്ധി എന്ന് പറഞ്ഞാൽ അച്ചുസന്ധി തന്നെയാണ്. സ്വരവർണ്ണേന സഹ സ്വരവർണ്ണസ്യ യത്ര മേളനം ഭവതി തത്ര സ്വരസന്ധിഃ. സ്വരവർണ്ണത്തോടുകൂടി സ്വരവർണ്ണത്തിൻ്റെ മേളനം ഉണ്ടാവുകയാണെങ്കിൽ അവിടെയാണ് സ്വരസന്ധി. സ്വരസന്ധിരഷ്ടധാ വിഭജ്യത്തെ. സ്വരസന്ധി 8 തരത്തിൽ വിഭജിക്കാം. യഥാ യണ്സന്ധിഃ, അയാദിസന്ധിഃ, ഗുണസന്ധിഃ, വൃദ്ധിസന്ധിഃ, പരരൂപസന്ധിഃ, പൂർവരൂപസന്ധിഃ, പ്രകൃതിഭാവസന്ധിഃ, ദീർഘസന്ധിശ്ച. അപ്പോൾ സന്ധിയെ ആദ്യം 5 വിധത്തിൽ വിഭജിച്ചു. അച്ചുസന്ധിഃ, പ്രകൃതിഭാവസന്ധിഃ, ഹലസന്ധിഃ, വിസർഗസന്ധിഃ, സ്വാദിസന്ധിഃ. ഇതിൽ അച്ചുസന്ധിയെ വീണ്ടും 8 ആയിട്ട് വിഭജിക്കുന്നു. യണ്സന്ധിഃ, അയാദിസന്ധിഃ, ഗുണസന്ധിഃ, വൃദ്ധിസന്ധിഃ, പരരൂപസന്ധിഃ, പൂർവരൂപസന്ധിഃ, പ്രകൃതിഭാവസന്ധിഃ, ദീർഘസന്ധിശ്ച. ഇതിൽ ഞാൻ മുൻപ് പറഞ്ഞ ചോദ്യം ചോദിച്ചത് യഥാസംഖ്യമനുദേശഃ സമാനം. ഇത് യണ് സന്ധിയിൽ പെടുന്ന അല്ലെങ്കിൽ യണ് സന്ധിയിൽ ഉള്ള സൂത്രമാണോ അയാദിസന്ധിയിലുള്ള സൂത്രമാണോ എന്നുള്ള ആശയം വരുന്ന ചോദ്യമായിരുന്നു. അപ്പോൾ ഈ അച്ചുസന്ധിയെയാണ് യണസന്ധി എന്നും അയാദിസന്ധി എന്നും ഒക്കെ വീണ്ടും വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യണസന്ധിയെ പറ്റി പറയാം. യണസന്ധിഃ ഇകോ യണചി. സൂത്രാർത്ഥഃ: ഇകഃ സ്ഥാനെ യണ് സ്യാദ് അചി സംഹിതായാം വിഷയെ. ഇക്കിൻ്റെ സ്ഥാനത്ത് യണ് വരും അച്ച് പരമിരിക്കുമ്പോൾ എന്നതാണ് സൂത്രാർത്ഥം. ഇക്ക് എന്ന് പറയുമ്പോൾ ഇ, ഉ, റ്, ള് ഇവയുടെ സ്ഥാനത്ത് യണ് വരും. യ, വ, ര, ല ഇവയാണ് യണ്. അച്ച് പരമിരിക്കുമ്പോൾ എന്നതാണ് സൂത്രാർത്ഥം. അർത്ഥാത് ഇ, ഉ, റ്, ള് കാരാണാം സ്ഥാനെ ക്രമശഃ
य व र ल काराणाम् आदेशः स्यात् यदि पूर्वेभ्यः इ उ र ळकारेभ्यः परं तेभ्यः भिन्नम् आ इ उ र ळ ए ओ ऐ औ वर्णेषु एको वर्णो भवति. इकारादनन्तरम् इकारः, उकारादनन्तरम् उकारः, ऋकारादनन्तरं ऋकारः, ळकारादनन्तरं ळकारः न स्यात्. उदाहरणम् ഈകാരസ്ഥാനെ യകാരാദേശः. അപ്പോൾ ഇക്കിൻ്റെ സ്ഥാനത്ത് യണ് വരും എന്ന് പറയുമ്പോൾ ഈയുടെ സ്ഥാനത്ത് യ ആദേശമാണ് വരിക. അപ്പോൾ സുധീ പ്ലസ് ഉപാസ്യഃ ഇത്യത്ര പൂർവവർണാത് ഈകാരാദനന്തരം ഇക്ക് സുധീ, ഇവിടെ ഈ ഉണ്ട്. ഈ ഈകാരത്തിന് ശേഷം തദ്ഭിന്നസ്യ ഉകാരസ്യ വിദ്യമാനത്വാത്, തദ്ഭിന്നമായ അച്ച് ഉകാരം പരമിരിക്കുന്നത് കൊണ്ട് പ്രകൃതസൂത്രേണ ഇകോയണജി എന്നുള്ള സൂത്രം കൊണ്ട് ഈകാരസ്ഥാനെ ഈകാരത്തിൻ്റെ സ്ഥാനത്ത് യകാരാദേശോ ഭവതി, യ എന്ന് വരും. അപ്പോൾ എന്താണ്? തഥാ സുധ പ്ലസ് യ പ്ലസ് ഉപാസ്യ ഇതി ജാതേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അനചിച്ച എന്നുള്ള സൂത്രം കൊണ്ട് ധകാരസ്യ ദ്വിത്വേ, ധകാരത്തിന് ദ്വിത്വം വരുന്നു. ഝലാം ജഷ ഝഷി इति सूत्रेण पूर्वधकारस्य दकारे अदर्शनं लोपः इति लोपसंज्ञायाम् अवगतायाम् अलोन्त्यस्य इत्येतत् सहकारेण संयोगान्तस्य लोपः इत्यनेन यकारस्य लोपे प्राप्ते यणः प्रतिषेधो वाच्यः इति तन्निषेधे वर्णसम्मेलने च कृते सुध्युपास्य इति रूपं सिद्ध्यति. द्वित्वाभावे तु भावे च सुध्युपास्यः इति. ഊകാരസ്ഥാനെ വികാരാദേശോ യഥാ മധു പ്ലസ് അരി. അപ്പോൾ ഈയുടെ സ്ഥാനത്ത് യണ് യകാരാദേശം വന്നു. അതിനുദാഹരണമാണ് സുധീ പ്ലസ് ഉപാസ്യഃ സുധ്യോപാസ്യഃ. ഇനി ഉ ഇവയുടെ സ്ഥാനത്ത് വകാരാദേശം വരും. അതിനുദാഹരണമാണ് മധു പ്ലസ് അരി. ഇത്യത്ര പൂർവ ഉകാരാദനന്തരം തദ്ഭിന്ന അകാരസ്യ വിദ്യമാനത്വാത് ഇകോ യണജി ഇതി സൂത്രേണ ഉകാരസ്ഥാനെ വികാരാദേശേ മധ വ അരിഹി ഇതി ജാതേ സംയോഗേ മധ്വരിഹി ഇതി രൂപം സിദ്ധം ഭവതി. ദ്വിത്വേ ച മധ്വരിഹി. ഇനി ഋകാരസ്ഥാനെ ഋകാരാദേശः यथा पितृ प्लस् आदेशः इत्यत्र पूर्व ऋकारादनन्तरं तद्भिन्नस्य आकारस्य विद्यमानत्वात् ऋकारस्थाने ऋकारादेशे पित्रादेश इति रूपं सिद्धं भवति. पितृ प्लस् आदेशः पित्रादेशः എന്നായിത്തീരും. അടുത്തത് ഋകാരസ്ഥാനെ ലകാരാദേശോ. ഋകാരത്തിൻ്റെ സ്ഥാനത്ത് ലകാരാദേശം വരുന്നതിനുദാഹരണം ള പ്ലസ് ആകൃതി ഇത്യത്ര ഋകാരാദനന്തരം തദ്ഭിന്നസ്യ ആകാരസ്യ വിദ്യമാനത്വാത് ഋകാരസ്ഥാനെ ഋകാരാദേശി സംയോഗ്യ ച ളാകൃതി ഇതി രൂപം സിദ്ധം ഭവതി. അപ്പോൾ ഇതാണ് യണസന്ധി എന്ന് പറയുന്നത്, ഇകോ യണജി എന്ന സൂത്രം. ഇവിടെ പ്രവർത്തിക്കുന്ന സൂത്രങ്ങൾ അനചിച്ച, ഝലാം ജഷ ഝഷി, അദർശനം ലോപഃ, അലോന്ത്യസ്യ, സംയോഗാന്തസ്യ ലോപഃ, യണഃ പ്രതിഷേധോ വാച്യഃ, സുധ്യുപാസ്യ ഇത്യാദി. ഇനി അയാദിസന്ധി. അയാദിസന്ധി ഇവിടെ സൂത്രം ഏചോ അയവായാവഃ. സൂത്രാർത്ഥഃ ഏചഃ ക്രമാദ് അയ് ആയ് അവ് ആവ് ഏതി സുരചി. അതായത് ഏച്ച് എന്ന് പറഞ്ഞാൽ എ ഓ ഐ ഔ, ഇതാണ് ഏച്ച്. ഏതേഭ്യഃ പരേ യദി സ്വരവർണ്ണാഃ സ്യുസ്തർഹി. ഏച്ചിന് പരമായിട്ട് സ്വരവർണ്ണങ്ങളിരിക്കുമ്പോൾ ഏകാരസ്ഥാനത്ത് ഐ വരും, ഓകാരസ്ഥാനത്ത് ഔ വരും, ഐകാരസ്ഥാനത്ത് ആയ് വരും, ഔകാരസ്ഥാനത്ത് ആവു വരും എന്ന്. ഉദാഹരണം, ഏകാരസ്ഥാനത്ത് ഐ ആദേശം വരുന്നതിന് ഉദാഹരണം നേ പ്ലസ് അനം ഇത്യത്ര പൂർവവർണാത് ഏകാരാദനന്തരം തദ്ഭിന്നസ്യ അകാരസ്യ വിദ്യമാനത്വാത് ഏകാരസ്ഥാനെ ഏചോ അയവായാവഃ ഇതി സൂത്രേണ അയാദേശേ
न प्लस् अय प्लस् अनम् इति जायते. अत्र യഥാസംഖ്യമനുദേശഃ സമാനം കണ്ടു. അപ്പോൾ യഥാസംഖ്യമനുദേശഃ സമാനം എന്നുള്ള സൂത്രം അയാദിസന്ധിയിലാണ്. ഇതി സൂത്രേണൈവ ഏകാരസ്ഥാനെ അയാദിഷോ ഭവതി. एवं प्रकारेण न प्लस् अय प्लस् अनम् इत्येतेषां संयोगात् നയനം ഇതി രൂപം സിദ്ധം ഭവതി. അപ്പം നേ പ്ലസ് അനം എന്നുള്ളത് നയനം ആയി മാറുന്നു. ഇനി ഐകാരസ്ഥാനത്ത് ആയാദേശം വരും. എങ്ങനെയാണ്? ഐകാരസ്ഥാനെ ആയാദേശഃ യഥാ ഗൈ പ്ലസ് അകഃ ഇത്യത്ര ഐകാരാദനന്തരം തദ്ഭിന്നസ്യ അകാരസ്യ വിദ്യമാനത്വാത് ഐകാരസ്ഥാനെ ആയാദേശേ ഗ ആയ പ്ലസ് അക ഇതി ജാതെ സംയോഗേ ഗായകഃ ഇതി രൂപം സിദ്ധം ഭവതി. തഥൈവ നായകഃ. ഇനി ഓകാരസ്ഥാനത്ത് അവാദേശം വരും. ഓകാരസ്ഥാനെ അവാദേശഃ യഥാ പോ പ്ലസ് അനം ഇത്യത്ര പൂർവവർണാത് ഓകാരാദനന്തരം തസ്മാത് ഭിന്നസ്യ അകാരസ്യ വിദ്യമാനത്വാത് ഔകാരസ്ഥാനെ അവാദേശേ പ പ്ലസ് അവ പ്ലസ് അനം ഇതി ജാതെ സംയോഗേ പവനമിതി രൂപം സിദ്ധം ഭവതി. തഥൈവ ഭോ പ്ലസ് അനം ഭവനം, വിഷ്ണോ പ്ലസ് എ വിഷ്ണവേ, ഭോ പ്ലസ് അതി ഭവതി, ലോ പ്ലസ് അനം ലവനം, വടോ പ്ലസ് വൃക്ഷഃ വടവൃക്ഷഃ, ഗോ പ്ലസ് എ ഗവേ എന്നുള്ളത്. അടുത്തത് ഔകാരസ്ഥാനെ ആവാദേശഃ യഥാ പൗ പ്ലസ് അകഃ ഇത്യത്ര പൂർവവർണാത് ഔകാരാദനന്തരം തദ്ഭിന്നസ്യ അകാരസ്യ വിദ്യമാനത്വാത് ഔകാരസ്ഥാനെ ആവ് ആദേശേ പ പ്ലസ് ആവ് പ്ലസ് അകഃ ഇതി ജാതെ സംയോഗേ പാവകഃ ഇതി രൂപം സിദ്ധം ഭവതി. തഥൈവ ഭൗ പ്ലസ് ഉകഃ ഭാവുകഃ, നൗ പ്ലസ് ഇകഃ നാവികഃ, തൗ പ്ലസ് ഉഭൗ പ്ലസ് അപി താവുഭാവപി, തൗ പ്ലസ് ഏവ താവേവ. അത്ര ജ്ഞാതവ്യം യത് വാന്തോയി പ്രത്യയേനേന സൂത്രേണ പരവർണേ യദി യകാരോ ഭവതി തഥാ ഓ ഔകാരയോഃ സ്ഥാനെ ക്രമശഃ അവ ആവ് ആദേശഃ സ്യാത്. യഥാ ഗോ പ്ലസ് അയം ഗവ്യം, നൗ പ്ലസ് യം നവ്യം. ഇത്രയുമാണ് അയ സന്ധി, ഏച്ചോ അയവായവഃ. ഇവിടെ ഉദാഹരണങ്ങൾ നയനം, ഗായകഃ, പവനം, ലവനം, ഭവനം, വടവൃക്ഷഃ,